ഹായ് ഡിയർ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കപ്പ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാം. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കപ്പ ബിരിയാണി എങ്ങനെ റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 3-4 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിത് മൺചട്ടിയിലാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതുപോലെ കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് കപ്പ ബിരിയാണി ഇവിടെ റെഡിയാക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇൻഗ്രീഡിയൻസ് കൂടുതൽ എടുക്കുമ്പോൾ തേങ്ങാക്കൊത്തും കൂടുതൽ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ എണ്ണയിൽ നമുക്ക് ഈ തേങ്ങാക്കൊത്ത് നല്ലതുപോലെ തന്നെ അങ്ങ് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്കത് മൂത്ത് വരുന്ന സമയത്ത് ഇപ്പോൾ ഏകദേശമൊക്കെ ഇങ്ങനെ മൂത്ത് വരാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു വലിയ ഉള്ളി ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ തന്നെ ഈ വലിയ ഉള്ളിയും കൂടെ നമുക്കിതിലിട്ടിട്ട് അങ്ങ് വാട്ടിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നല്ലതുപോലെ തന്നെ അങ്ങ് വഴറ്റി കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വഴണ്ടിട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് നല്ലതുപോലെ തന്നെ അങ്ങ് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഏകദേശം ഒരു മൂപ്പായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയൊരു സൈസ് തക്കാളിയാണ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ തന്നെ ഇതൊക്കെ നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ടാണ് നമ്മൾ ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ തന്നെ അതുപോലെ അങ്ങ് വഴറ്റി കൊടുക്കാം. തീ ഒരു മീഡിയത്തിൽ കൊടുത്താൽ മതി, അല്ലെങ്കിൽ അടിക്ക് പിടിച്ചിട്ട് കരിഞ്ഞിട്ട് വരും. ഇനി നമുക്കിതിലേക്ക് ഒരു 1.5 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും നല്ലതുപോലെ തന്നെ ആ പച്ചമണമൊക്കെ ഒന്ന് പോകുന്നത് വരെ നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. ഞാൻ 1/2 സ്പൂണും കൂടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അത് വീഡിയോയിൽ പെട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസിനനുസരിച്ചിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം. ഇനി ഇത് ഏകദേശമൊക്കെ ഇപ്പോൾ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 സ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1 സ്പൂണ് ചിക്കൻ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1.5 സ്പൂണ് മല്ലിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1.5 സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. നമ്മൾ അടിക്ക് പിടിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. അടിക്ക് പിടിച്ചാൽ ഇതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും. അപ്പം മൺചട്ടിയിൽ നമ്മൾ റെഡിയാക്കുമ്പോൾ തീ സിമ്മിലിട്ടിട്ട് വേണം അതുപോലെ ചെയ്യാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് അടിക്ക് പിടിക്കും. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ തന്നെ ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കാം. നമ്മുടെ ആ മസാലയൊക്കെ നമ്മുടെ ചിക്കനിലേക്ക് ഇതുപോലെ നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ചിക്കന് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട, നമ്മുടെ ചിക്കൻ വേകാനുള്ളൊരു വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. നമുക്കിതിലേക്ക് കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇനി നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടും വീണ്ടും നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് നമ്മുടെ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഉപ്പൊക്കെ
ടേസ്റ്റിനില്ലേ എന്നുള്ളത് നോക്കിയിട്ട് വേണമെങ്കിൽ വീണ്ടും നമുക്ക് കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇനി നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നേരത്തെ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാൻ ഞാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇപ്പോൾ ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ മസാലപ്പൊടി ചേർക്കുമ്പോൾ അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടും ഞാനിതുപോലെ നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കത് അടച്ച് വെച്ചിട്ട് നമ്മുടെ ചിക്കൻ നല്ലതുപോലെ തന്നെ അങ്ങ് വേവിച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്കത് അടച്ച് വെച്ച് കൊടുക്കാം. ഇതൊന്ന് വെന്തിട്ട് വരട്ടെ. ഇനി നമ്മുടെ ചിക്കൻ ഇതുപോലെ വെന്ത് വരാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്ക് നമ്മൾ തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ വെച്ചിട്ട് കുറച്ച് സമയമായി. അപ്പോൾ നല്ലതുപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് തുറന്നിട്ട് നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനിലുള്ള വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുള്ള വെള്ളമൊക്കെ കൂടെ ആയിട്ട് വെള്ളം ഇതിലുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ കൂടുതൽ വെള്ളം ഒഴിക്കാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അത് വെന്ത് വരുന്നതിന് മുമ്പ് നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ അങ്ങ് വറവിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ കപ്പ ബിരിയാണിയിലേക്ക് ഏറ്റവും ടേസ്റ്റ് നമ്മുടെ തേങ്ങ ഇതുപോലെ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഇനി അത് വെന്ത് വരുമ്പോഴത്തേന് നമുക്കിതുപോലെ കുറച്ച് തേങ്ങ നല്ലതുപോലെ തന്നെ അങ്ങ് വറുത്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ലതുപോലെ തന്നെ ഇതുപോലെ അങ്ങ് വറുത്തെടുക്കാം. നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ തന്നെ നമ്മളിതുപോലെ അങ്ങ് വറുത്തെടുക്കണം. നമ്മുടെ ആ ഒരു ടേസ്റ്റാണ് നമ്മുടെ കപ്പ ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് തരുന്നത് ഇതുപോലെ നമ്മൾ തേങ്ങ വറുത്തിട്ട് ചേർത്ത് കൊടുക്കുമ്പോഴാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ തേങ്ങയൊക്കെ ഇവിടെ നല്ലതുപോലെ തന്നെ വറവായി വന്നിട്ടുണ്ട്. അതല്ലേ, നല്ലതുപോലെ തന്നെ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിന് മുമ്പ് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു പകുതി വേവ് വേവിച്ചെടുത്തിട്ടുള്ള കപ്പ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് വേവിക്കാതെ പച്ചക്കും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ പകുതി വേവിൽ വേവിച്ചിട്ടും ചേർത്ത് കൊടുക്കാം. അത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാം. അതിനൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ട് പകുതി വേവ് വേവിച്ചെടുത്തിട്ടുള്ള കപ്പയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കപ്പ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് സമയം നമ്മുടെ ഈ ചിക്കനൊന്ന് അടച്ച് വെച്ചിട്ട് ആ ചിക്കനും കപ്പയൊക്കെ മസാല നല്ലതുപോലെ പിടിക്കുന്നത് വരെ നമുക്ക് തീ സിമ്മിലിട്ട് കൊടുത്തിട്ട് വേണം നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. ആ മസാല നമ്മുടെ കപ്പയിലേക്ക് എല്ലാ ഭാഗത്തേക്കും ഒന്ന് എത്താൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ഇനി നമുക്കൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് 2-3-4 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആ മസാലയൊക്കെ നമ്മുടെ ആ കപ്പയിലേക്ക് നല്ലതുപോലെ തന്നെ പിടിച്ചിട്ട് കിട്ടും. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ചിക്കനിലുള്ള വെള്ളം മുഴുവനായിട്ട് നമുക്കങ്ങ് വറ്റിച്ചെടുക്കണം. അത് പെട്ടെന്ന് തന്നെ വറ്റിയിട്ട് വരും. ഇനി നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കപ്പ പീസ് ഇതുപോലെ വലുതുണ്ടെങ്കിൽ നമുക്കിതുപോലെ കയ്യിൽ വെച്ചിട്ട് തന്നെ അങ്ങ് ഉടച്ച് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. അപ്പോൾ അടിക്ക് പിടിക്കുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മൺചട്ടി ആകുമ്പോൾ പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കാൻ സാധ്യത ഒരുപാട് കൂടുതലാണ്. അപ്പോൾ ഞാനിപ്പോൾ തീ സിമ്മിലിട്ട് കൊടുത്തിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇനി ഇത് പെട്ടെന്ന് തന്നെ ഇനി വെള്ളമൊക്കെ വറ്റിയിട്ട് വരും. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങ ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ട് നമ്മൾ ആ വറുത്തെടുത്തിട്ടുള്ള ആ തേങ്ങ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലൂടെ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വലിയ ഉള്ളിയും കൂടെ കട്ട് ചെയ്തെടുത്ത് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ മുകളിലൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമ്മൾ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മളിത് നല്ലതുപോലെ തന്നെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. തീ സിമ്മിലിട്ട് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ നല്ലതുപോലെ തന്നെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ ചേർത്തിട്ടുള്ള ആ ഇൻഗ്രീഡിയൻസൊക്കെ നല്ലതുപോലെ തന്നെ ഇതിലങ്ങ് മിക്സ് ചെയ്തിട്ട് അങ്ങ് എടുക്കാം. നല്ലതുപോലെ തന്നെ ഇനി നമ്മൾ അടച്ച് വെക്കാതെ ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുത്താൽ മതി. അടച്ച് വെച്ചാൽ ഇനി അത് അടിക്ക് പിടിക്കും. അപ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോവും.
അപ്പോൾ ഇനി നമുക്ക് നല്ലതുപോലെ തന്നെ ഇതങ്ങനെ തീ സിമ്മിലിട്ട് കൊടുത്തിട്ട് നമുക്കിതിങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു 2-3 മിനിറ്റും കൂടെ ഇത് നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ ഇത് ഇളക്കി കൊടുത്തിട്ട് ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പ്ലേറ്റിലേക്കൊക്കെ വിളമ്പി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ റെസിപ്പി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോസായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.